അതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമുകൾ എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് ആവണം. അങ്ങനെയുള്ളൊരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് നല്ല കുട്ടിയല്ലാതെ പഠിച്ച ഇവൻ ഹിരൺദാസ് മുരളി, അവൻ പക്ഷേ അടങ്ങിയിരുന്നിട്ട് അവൻ്റെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അവനെ പഠിപ്പിച്ച അധ്യാപകരെ അന്വേഷിച്ചറിയാം, ആ ക്ലാസ്സിലുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും ട്രംപായിരുന്നു ഇവൻ. അതിൽ പോയിട്ട് ഇടപെട്ട് അടുപ്പിക്കൂ, എന്നിട്ട് മധ്യസ്ഥം പറയും. ട്രംപിൻ്റെ പണി അതിനെന്താ? അടുപ്പിക്കുക, മധ്യസ്ഥം പറയുക, അല്ലേ? പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് ഇവൻ തന്നെ തീർക്കും. അധ്യാപകർ വരുമ്പോഴേക്കും ഇവൻ തീർക്കും. അത്തരത്തിലുള്ള വായനയുടെ അനുഭവങ്ങളുള്ള ഇയാൾ വെറും ഒരു തെറിപ്പാട്ടുകാരനായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ സമൂഹം ഇയാളെ കാണുന്നത്. വായനയുടെ ഒരു വലിയ ഒരു മഞ്ഞിൻ്റെ ഉള്ളിൽ ഇയാളുടെ ഉള്ളിലുണ്ട്. അയാളെ അംഗീകരിക്കാൻ കേരളത്തിലെ ഒരു പുതിയ തലമുറ തയ്യാറായി എന്നതാണ് ഈ കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനിടയിൽ കേരളം കണ്ട് ഏറ്റവും പോസിറ്റീവായിരിക്കുന്ന ഒരു ചലനം. ഈ വേടൻ എന്ന് പറയുന്ന പയ്യനെ കേരളത്തിലെ പുതിയ തലമുറ സ്വീകരിച്ചു എന്നുള്ളതാണ്, അവനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. നമ്മളെത്ര ഭക്തിഗാനങ്ങളും നമ്മളെത്ര വിപ്ലവഗാനങ്ങളും പാടിയിട്ട് അതൊന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവൻ ഒറ്റ വർത്തമാനം പറഞ്ഞപ്പോൾ നാമജപ ഘോഷയാത്ര നടത്തിയ സമൂഹത്തിലാണ് അവനെ കാണാൻ, അവനെ കേൾക്കാൻ പുതിയ തലമുറയിൽപ്പെട്ട ആയിരങ്ങൾ തടിച്ചുകൂടുന്നത്. അതിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു ഘടകം ഇവനൊരു തൊപ്പിയല്ല എന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ തൊപ്പിയുടെ പുറകെ കുറെ കുട്ടികൾ പോയിരുന്നു. ആ തൊപ്പിമാരി കേരളത്തിലെ കുട്ടികളിങ്ങനെ റീലുകളുടെ പുറകെ പോയി തൊപ്പിമാരി ഇക്കിളിപ്പെടുത്തുന്ന റീലുകൾ ഉണ്ടാക്കി ചില കുടുംബങ്ങൾ ബാക്കി എല്ലാ പണി ഉപയോഗിച്ച് ടീനായിട്ട് മെനക്കെട്ടിരിക്കുക. ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടി റീൽ ഉണ്ടാക്കുക വിടുക. അതിൽ നോക്കിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുക. അതിലൊന്നും തന്നെ ഉള്ളി തോല് പൊളിച്ച പോലെ അവസാനം പൊളിച്ചാലും ഒന്നും ഉണ്ടാവില്ല. അതിൽ വെറും കുറെ കോമഡികൾ അവതരിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അവിടെയാണ് അതെല്ലാം വിട്ടിട്ട് തൊപ്പികളിൽ നിന്ന് പുതിയ തലമുറയെ മോചിപ്പിച്ച് ഇവൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ആ ആവേശത്തിലേക്ക് അതൊരു വില്ലുവണ്ടി യാത്രയാണ്. വേടേണ്ടത് ഒരു വില്ലുവണ്ടി യാത്രയാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയിലെ ആ പാട്ടിൽ കേവലം അവൻ്റെ ജാതിയെപ്പറ്റിയും അവൻ്റെ ദളിത സമൂഹത്തെ പറ്റിയും മാത്രമല്ല, അതിൽ ഗാസയുണ്ട്, അതിൽ സിറിയയുണ്ട്, അതിൽ യുദ്ധവിരുദ്ധമായ ആശയങ്ങളുണ്ട്. അതെല്ലാം അവൻ ഉൾച്ചേർത്തിരിക്കുന്നു. അങ്ങനെയുള്ള ആ നിഷാദ ശബ്ദം വിടംബഗാഥകൾ കേട്ടും സുരരണയും എന്ന് കുമാരനാശാൻ പറയുന്നുണ്ട്. അനുകരണ സംഗീതം കേട്ടിട്ടും പോലും, എന്നാൽ ഇത് സരള മനോഹരമായ സത്യഗാനമാണ്.